ഹായ് ഫ്രണ്ട്സ്, വളരെ ടിക്സ് ഓഫ് എക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നെന്തോ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ടി വി ഒന്ന് മുങ്ങിയായിരുന്നു. മുങ്ങി കഴിഞ്ഞ ശേഷം സംഭവം ശരിയാക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതിലെ പാർട്സ് എല്ലാം നമ്മൾ ഓരോ പ്രൊജക്റ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. ബാക്കി വന്നത് ഒരു പിക്ചർ ട്യൂബ് മാത്രമാണ്. അപ്പോൾ പിക്ചർ ട്യൂബിൻ്റെ അകത്തുള്ളിൽ എന്തോ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ സംഭവം ഒരു ആകാംക്ഷയുണ്ട്, എന്തോ അതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാനായിട്ട് ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ സംഭവം ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് എന്തോ എന്നുള്ളത് നോക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുമോ. അപ്പോൾ മനസ്സിലായി, നമ്മുടെ പിക്ചർ ട്യൂബ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിക്ചർ ട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ട്യൂബ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ചാൻസ് അല്ലെങ്കിൽ ഇതുപോലൊരു സന്ദർഭം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വാക്യൂം, അതായത് നമ്മൾ ഈ പിക്ചർ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് വാക്യൂമാണ്. അപ്പോൾ ആ വാക്യൂം നമുക്ക് ആദ്യം കളയണം. അതിനുവേണ്ടി നമുക്കിതിൽ എവിടെയെങ്കിലും ക്രാക്ക് ചെയ്യണം. ക്രാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ വാക്യൂം കളയാൻ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പിക്ചർ ട്യൂബ് ഇവിടെ ടാർപ്പൊക്കെ വിരിച്ച് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പൊട്ടിച്ച് കഴിഞ്ഞാലുള്ള കുപ്പിച്ചിൽ പുറത്തു പോകാതിരിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ കാലൊക്കെ കൊണ്ട് കയറാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ക്രാക്ക് നമ്മൾ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമുക്കൊന്ന് കൊടുക്കണം. അതപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം കൂടുതൽ പൊട്ടിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്കൊന്ന് ഇളക്കി ഒന്ന് മാറ്റാം. ആദ്യം കുറച്ചൊന്ന് ഇളക്കി മാറ്റാം. ഇനി ഫ്രണ്ട്സ്, നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതിൻ്റെ മുകളിലത്തെ ഈ പാർട്ടിൽ ഒന്ന് ജസ്റ്റ് ഒരു ക്രാക്ക് വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം സെറ്റ് ആകുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ സംഭവം പൊട്ടിക്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ ആ വാക്യൂം ഇപ്പം പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാ നമ്മൾ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം നമ്മൾ നല്ലതായിട്ട് ക്രാക്ക് വീഴ്ത്തി അവിടുത്തെ ആ വാക്യൂം ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എന്താണ് അകത്തുള്ളത് നമുക്ക് നോക്കണം. ഇനി ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സംഭവം എടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി പൊട്ടിച്ച് നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സംഭവം പൊട്ടിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സംഭവം ഇതുപോലെയൊക്കെ ഇരിക്കും. ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇലക്ട്രോൺ ഗണ്ണാണ്. ഇതിനകത്തുനിന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ടി വിയിലെ ഈ പിക്ചർ ട്യൂബിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് തട്ടിയിട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത്. ഇനി ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പിക്ചർ ട്യൂബ് ഫുള്ളോടെ പൊട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ടാർപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഫുള്ളോടെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചിന്നി ചിതറും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് പൊതിഞ്ഞ് വെച്ച് സംഭവം സെറ്റാക്കി ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഹാമർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. നല്ല ഫോഴ്സിലൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സംഭവം പൊട്ടി കിട്ടും. അപ്പോൾ സംഭവം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ചെടുത്തിട്ട് അകത്തെ സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ജസ്റ്റ് തിന്നായിട്ടുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. ഇതേപോലെ നന്നായിട്ട് വളയുന്ന സംഭവമാണ്. ഇതിൻ്റെ അകത്ത് നോക്കിയാലും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ട് അകത്ത്. സംഭവം ഒരു നെറ്റ് പോലത്തെ ഒരു സർഫസാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സ്റ്റീലിൻ്റെ ആ ഒരു പ്ലേറ്റ് നമ്മൾ ഇവിടുന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഗ്ലാസ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ പൊട്ടിയ ഗ്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു കോട്ടിംഗ് ഉണ്ട്, കറുത്ത ഒരു കോട്ടിംഗ് ഉണ്ട്. നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ്സാണ്. നല്ല നമ്മൾ വീതി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വീതി ഉണ്ട് ഇതിന്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തതാണ് നമ്മൾ പിക്ചർ ട്യൂബ്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ ഒരു ലെയർ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പോലത്തെ ഒരു സർഫസാണ്. നെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മളെ ഇലക്ട്രോണിക്സ് ഇടിച്ചാണ് നമുക്ക് പിക്ചർ ട്യൂബിൽ നമുക്ക് ഒരു പിക്ചർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു പിക്ചർ ട്യൂബിൻ്റെ അകത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുകയായിരിക്കും. ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.